നിങ്ങളൊരു GST രജിസ്ട്രേഷനുള്ള ബിസിനസ് സ്ഥാപനം നടത്തുന്നയാളാണോ? അതും നിങ്ങളൊരു കെട്ടിടമുറി വാടകയ്ക്കെടുത്താണ് ആ സ്ഥാപനം നടത്തുന്നതുമെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഈ വീഡിയോ ശ്രദ്ധിക്കണം. ഗവൺമെൻറ്റിൻ്റെ പുതിയ അപ്ഡേറ്റ് പ്രകാരം കെട്ടിട ഉടമയ്ക്ക് GST രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ GST രജിസ്ട്രേഷനുള്ള ബിസിനസ് സ്ഥാപനം അത് വാടകയുടെ GST അല്ലെങ്കിൽ 18% GST കണക്കാക്കി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം എന്നതാണ് പുതിയ അപ്ഡേറ്റ്. മുൻപ് അങ്ങനെ ആയിരുന്നില്ല. മുൻപ് കെട്ടിട ഉടമയ്ക്ക് GST രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ അതിൻ്റെ ടാക്സ് വാടകക്കാരൻ അടയ്ക്കേണ്ടി വന്നിരുന്നില്ല. പക്ഷേ പുതിയ അപ്ഡേറ്റ് പ്രകാരം വാടകക്കാരൻ അതിൻ്റെ ടാക്സ് കണക്കാക്കി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. ഇതിനെ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു പ്രോഡക്റ്റ് വിൽക്കുകയോ സർവീസ് കൊടുക്കുകയോ ചെയ്യുന്ന ആൾക്കാരാണ് GST കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടത്. അല്ലാതെ സർവീസ് സ്വീകരിക്കുന്ന ആളല്ല, അല്ലെങ്കിൽ വാടകക്കാരനായിരുന്നില്ല. പക്ഷേ ഇവിടെ സർവീസ് സ്വീകരിക്കുന്ന ആൾ തന്നെ ടാക്സ് കണക്കാക്കി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടി വരുന്നു. ഈ ഒരു മെത്തേഡിനെ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്നാണ് പറയുന്നത്. ഇത് ഒക്ടോബർ 10, 2024 മുതൽ ആപ്ലിക്കബിൾ ആണെന്നും എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു.